ഹായ് ഡിയേഴ്സ്, അസ്സാം വലൈക്കും, നമസ്കാരം. എല്ലാവർക്കും സഫാസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ റമദാൻ മുബാറക്. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. നമുക്ക് റമദാനിലും അതുപോലെ അല്ലാത്ത സമയത്തൊക്കെ സ്നാക്സ് ആക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പിയാണ്. നമുക്കിതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അപ്പോൾ ഞാനിതാ കുറച്ച് ബ്രെഡ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബ്രെഡ് വെള്ളത്തിലൊന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം അതിലുള്ള വെള്ളമൊക്കെ മുഴുവനായിട്ട് കളഞ്ഞതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് എത്ര ബ്രെഡാണോ ആവശ്യമുള്ളത് അതിനനുസരിച്ച് നമുക്കിതുപോലെ ചെയ്തെടുക്കാം. ഇനി ഞാനിതാ കൈവച്ച് ഇതുപോലെ ഒന്ന് ഉടച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുക്കാം. നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങാണ് കേട്ടോ. ഇത് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് വേവിച്ചെടുത്തതാണ്. എന്നിട്ട് നല്ലോണം ഉടച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ചേർത്തിട്ട് ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ട് ഇതാ ഒരു വലിയ ഉള്ളി ഇതേപോലെ ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല കൊത്തി അരിഞ്ഞതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള കറിവേപ്പില, എരിവിനനുസരിച്ചുള്ള പച്ചമുളക്, പിന്നെ മല്ലിച്ചപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ മല്ലിച്ചപ്പ് നമ്മളെ വീട്ടിൽ തന്നെയുള്ള മല്ലിച്ചപ്പാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് ഇത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള സ്പൈസസ് ഒക്കെ ചേർത്ത് കൊടുക്കുക. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, കുരുമുളക് പൊടി, കുറച്ച് വലിയ ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട്, 1 ടീസ്പൂൺ ഗരം മസാല. ഇത്രയും സ്പൈസസ് ആണ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് നമുക്ക് കൈ വെച്ചിട്ട് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കാം. അങ്ങനെ മസാല ഒക്കെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതാ കയ്യിൽ കുറച്ച് വെളിച്ചെണ്ണ ആക്കിയതിന് ശേഷം ഈ മസാലയിൽ നിന്ന് ഓരോ ഉരുളകളാക്കിയിട്ട് ഇതുപോലെ എടുക്കാം കേട്ടോ. നമുക്കിതുപോലെ ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുക്കുക. ചെറിയ ചെറിയ ബോൾസ് ആകുമ്പോഴാണ് കുക്ക് ചെയ്തെടുക്കാൻ കുറച്ചും കൂടെ ഈസി ആയിട്ട് ഉണ്ടാവുക കേട്ടോ. അപ്പം ഇതുപോലെ ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുക്കുക. അങ്ങനെ ഇതാ ബോൾസൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഈ ബോൾസൊക്കെ ഒന്ന് ഡിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മൈദപ്പൊടി പച്ചവെള്ളത്തിൽ കലക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് ഓരോ ബോൾസും ഇട്ട് കൊടുക്കുക. അതിനുശേഷം ബ്രെഡ് ക്രംസിലിട്ടിട്ട് നല്ലോണം ഒന്ന് കവർ ചെയ്തെടുക്കണം കേട്ടോ. ഇതേപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ ബോൾസും ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ ഇതാ ബോൾസൊക്കെ ക്രം കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. നല്ല ചൂടായ എണ്ണയിലേക്ക് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. അങ്ങനെ ഈ ബോൾസൊക്കെ ഒരു ഗോൾഡൻ കളറിലേക്ക് മാറുന്നത് വരെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചിട്ടതിന് ശേഷം ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. അങ്ങനെ എന്താ നമ്മുടെ അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നെക്സ്റ്റ് ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോയിൽ കാണുന്നത് വരേക്കും ബായ്, അസ്സലാമു അലൈക്കും.